രാജ്യത്തിന്റെ 16ാം ധനക്കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേരളത്തിലെത്തി. നെടുമ്പാശ്ശേരിയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ധനകാര്യ കമ്മീഷനെ സ്വീകരിച്ചു. ധനകാര്യ കമ്മീഷന് സമർപ്പിക്കാനായി സംസ്ഥാനം വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ബാലഗോപാൽ അറിയിച്ചു. ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാനായ ധനകാര്യ കമ്മീഷനാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയത്. നെടുമ്പാശ്ശേരിയിലെത്തിയ ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ധനകാര്യ കമ്മീഷന് സമർപ്പിക്കാനായി സംസ്ഥാനം വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ബാലഗോപാൽ അറിയിച്ചു. കേരളത്തിന്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചാണ് ധനകാര്യ കമ്മീഷന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അർഹമായ പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ഏറ്റവും അർഹമായി കിട്ടേണ്ടത് കേരളത്തിൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ നൽകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഏറ്റവും ന്യായമായ അർഹമായ പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ധനകാര്യ കമ്മീഷന്റെ സന്ദർശനത്തെ കേരളം നോക്കിക്കാണുന്നത്. നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നതിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയായിരിക്കും കേരളം അവതരിപ്പിക്കുക. അർഹമായ ഗ്രാന്റുകൾ യഥാസമയം ലഭ്യമാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്തും. കുമരകത്തേക്ക് പോയ സംഘം തിങ്കളാഴ്ച രാവിലെ തിരുവാർ പയമനം പ്രദേശങ്ങൾ സന്ദർശിക്കും. വൈകിട്ട് കോവളത്തെത്തും. ചൊവ്വാഴ്ച രാവിലെ 9:30 കോവളം ലീല ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിക്കും. തുടർന്ന് മന്ത്രിമാരുമായി ചർച്ച നടത്തും. ഇതിനുശേഷം പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ അധ്യക്ഷന്മാരുമായും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ധനകാര്യ കമ്മീഷൻ ചർച്ച നടത്തും. കൈരളി ന്യൂസ്, കൊച്ചി.